തത്തൈതാഹ തത്തൈതാഹ തിത്തൈതാഹ തത്തൈതാഹ തക്കിട്ട 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 തൈ തൈ തിത്തി തൈ 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 തിത്തി തൈ. ആരാ? അയ്യോ അയ്യോ, ഇത് രാമഭദ്രനാ. രാമഭദ്രൻ. രാമഭദ്രൻ. ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാടാ അവിടെ നിന്ന് ചേട്ടത്തിയമ്മ? അല്ല അതെ, ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യ. ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. അത് തന്നെ ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എവിടെ ചേട്ടത്തിയമ്മ പിള്ളേര്? മക്കളെ, നിങ്ങൾ എവിടെയാ വന്നിരിക്കുന്ന മക്കളെ? യോ, സ്വാമിയുടെ ഇതിന് മാത്രം പിള്ളേരാ. മക്കളെ, നിങ്ങൾ എവിടെയാണാ മക്കളെ? എവിടെയാ വന്നിരിക്കുന്നു മക്കളെ? എവിടെയാ ഒന്ന് വിളിച്ചു മക്കളെ. ഇതൊക്കെ ഡാൻസ് പഠിക്കാവുന്ന പിള്ളേരാ. ഇതായിരിക്കും എവിടെയാന്ന് വിളിക്കുമോളെ. അയ്യോ, എന്റെ കുഞ്ഞിനെ അയ്യോ, ഇത് ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സമയത്ത് തന്നെ കംപ്ലീറ്റ് കഥകളും 500 മുതലാളിയോട് പറഞ്ഞു. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണം, കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? അവസാനമായിട്ട് ചേട്ടന്റെ ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ്റാൻ വന്നാലും പതുക്കെ പറ, ചേട്ടത്തി എന്നെ കേൾക്കും. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താന്ന് പറയാ? എന്താ ചേട്ടന് പറ്റുന്നത്? എന്താന്ന് പറയാൻ? ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക. ചേട്ടന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തിയമ്മയും പിള്ളേരെയും കാണണമെന്ന്. അയ്യോ, എന്റെ ദൈവമേ, എനിക്കെന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോകരുത്, ഞാനും വരുന്നു. ഒറിജിനാലിറ്റിക്ക് ഓണറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ് ഏറ്റ് സമയത്താ സമയത്താ. സാറേ, അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്ക് സ്വാമിനാഥൻ അവിടെ കിട്ടി. എന്റെ പേര് രാമനാഥൻ എന്നാണ്. തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ. ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടപ്പെണ്ണുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റായിട്ട് വീട്ടിൽ വിട്ടുന്നത്. ഓ അല്ലേ? ഇതെന്തിനാ എന്റെ നാട്ടിൽ വരുന്നത്? ഞാൻ പിന്നെ നീ കട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ശവപ്പെട്ടും പെട്ടിക്കത്തോ ശരിയാക്കി തരാറുണ്ട്. എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ. ഒരപകടവും പറ്റിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്താ പറയണം വരാനാ എന്റെ കൊച്ചമണി? ഈ കശ്മീരന്മാർക്ക് ഈ പിടി കൊടുത്തില്ലേ? എന്നെ കൊലയ്ക്ക് കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ നിന്റെയൊക്കെ നാമം പുറത്തൊക്കെ ഉള്ളതാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കുന്ന കിടന്നമ്മ വേണ്ടത്. പറ്റി എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണം അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ. അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വളരെ കുട്ടി ഇപ്പൊ ചെന്നാൽ അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കില്ല. ഞാൻ ഒരാളെ ഇനി നിങ്ങളിവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കട്ടെ. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഞാൻ അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം. അത് ഞാൻ നടത്തിച്ചല്ലോ. അതൊന്നും പറ്റില്ല. നീ പോടാ. നീ ഉണ്ടാവില്ല. എന്താ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം അതാ എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരി ഞാൻ ഏറ്റുന്നു. ഈ സാമിയായിട്ട് നീ ഏറ്റുന്നു. ഏറ്റിട്ടൊരു മാറിക്കളയോ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണ. ഈ നിൽക്കുന്ന എന്റെ 2 കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു. എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടിയെ പിന്നെ ആൺകുട്ടിയെ ആളെ പ്രേമിക്കുക. പെണ്ണാരെന്ന് പറ. വേറെ ആരുമില്ല. ആനപ്പാറയിലെ ആനപ്പാറയിലെ പരശുരാമന്റെ മോള് മാലു. ചേട്ടൻ സത്യം ചെയ്താണ്.
ശ്വാസം ഇവിടെ കുറച്ച് സമയം വേണം. ഈ ലോകത്ത് ഈ പിശാചിനെ കണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്ക് ചേട്ടൻ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയാം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയല്ലാതെ നാലാമത് തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? ഒരുമിച്ച് വന്നേ. എന്താ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാമെന്ന് ഞാൻ അറിഞ്ഞോ? സാമേതം കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേന്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു വരുമല്ലോ. എന്റെ ജ്യോതികത്തോട് തല പൊട്ടടിച്ചപ്പോ കല്ലമഴ തെങ്ങ് വന്നു പോലെ എന്റെ കാര്യം ഒന്ന് വേഗാവട്ടെ. എന്റെ കൊച്ചമണി, ആ പ്രേമ അച്ഛനെയും വലിയ കൊണ്ട് ഏതും കുറിച്ച് കൊടുക്കുന്നത് ആ വരുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാച പിടിക്ക് പോയി. അവൻ ഈ വണ്ടി മുട്ടി നേരം ചത്തപ്പണ്ടാകാൻ ഒന്ന് ചെന്ന് നോക്ക്. അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെടാൻ പ്രശ്നം. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടാ പെട്ടി ഇതുപോലെ പോകും. അയ്യോ, ഞാൻ ഇങ്ങനെ കൊണ്ടുവരണേ. എനിക്കെന്താ നോക്കാൻ ഇങ്ങനെ പറക്കണം. ഇത് പറക്കണ്ട. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? അതിനൊറ്റ ഈ സമയത്ത് പേടിക്കാൻ പിന്നെ ഇങ്ങനെ ചോദിക്കണ്ട. പക്ഷേ നീയതായി കുഴപ്പമൊന്നും ഉണ്ടാക്കിയത് പ്രതിക്കോ വീട് മാറി നിന്ന് അന്ന് ഞാൻ പറ്റും. തീർന്നില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയിരിക്കും. ഒറ്റത്തരം ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ആ വണ്ടി വന്നു. ഇതെന്താ കുറച്ച് പിടിച്ചോ? ഭ്രാന്ത് നിന്റെ അച്ഛനായിട്ട് ഒരു മനുഷ്യ ജീവനോട് ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തൊരു മദ്രസേവ. അയ്യോ, കൊച്ചമണി മക്കളെ, ആരെ മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകലത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമാണ് ചോദിച്ചത്. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് വെച്ചിട്ട് താൻ നമ്മളെ പല്ലിരിക്കുന്നേ പിന്നീ കഴിയും. ഇനി കടിച്ചപ്പെട്ട വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാകാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ലേ? എന്റെ അച്ഛനെ ചേട്ടൻ മനസ്സിലായില്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, ആ മകനാണെന്ന് മനസ്സിലായി. അത് ഇവിടെ ഒന്ന് ബഹളാക്കിയത് എന്താണെന്ന് മനസ്സിലായില്ല. ഇതെവിടെയാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാരാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാരല്ലോ. അല്ലേ? അല്ല. അല്ലേ? അല്ലല്ലേ? എന്നാൽ വിദ്യയാ അടിക്കാൻ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ ടീച്ചറിയാ അതറിയാൻ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ ടീച്ചറിയാ. ഈ നിൽക്കുന്ന മനുഷ്യൻ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനോർപ്പ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായം ഞാൻ നോക്കില്ല. എല്ലാവരും ഇത് മരിക്കും. എന്റെ കണ്ടുകൊണ്ട്